നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയ ചിന്തയാണ്. നാരായണീയൻ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് 12ാമത്തെ ദശകം വരാഹ അവതാരം. അതാണ് ആ ദശകത്തിൽ. ഇപ്പോൾ വരാഹമൂർത്തി 6 ശ്ലോകങ്ങൾ നമ്മൾ 7 ശ്ലോകങ്ങളും നമ്മളൊന്ന് വ്യാഖ്യാനിച്ചു, അർത്ഥമൊന്ന് മനസ്സിലാക്കി. വരാഹമൂർത്തി ജനിച്ചു ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും, നാഥാരന്ധത്തിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ ആകൃതിയിൽ പുറത്തേക്ക് അങ്ങോട്ട് ചാടി. ബ്രഹ്മാവ് അങ്ങോട്ട് ഒരു തുമ്മൽ വന്ന് തുമ്മി ഒരു പന്നിക്കുട്ടി അങ്ങോട്ട് ചാടി. ആ പന്നിക്കുട്ടിയോ പിന്നെ അപ്പോഴേക്കും അങ്ങോട്ട് വളർന്നു വലുതായി ആനയോളം വലുപ്പമായി. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് അതൊന്ന് പതുക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട കുടഞ്ഞ് എണീറ്റ് 2 ഗർജനായപ്പോഴത്തേക്കും ഒരുപാട് വലുതായി. ആകാശം മുട്ടേ വളർന്നു. ഒരുപാട് വലിയ ശരീരത്തോടുകൂടി, കാർമേഘത്തിൻ്റെ വർണ്ണത്തോടുകൂടി, പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്ന തേറ്റയോടുകൂടി. എന്താ തേറ്റ? പന്നിയുടെ മുഖത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ചെറിയ ആനയ്ക്കൊക്കെ കൊമ്പുള്ളത് പോലെ ഇതിനുണ്ട് 2 കൊമ്പുകൾ. അതിന് തേറ്റാന്നാണ് പറയുക. ആ 2 തേറ്റയോടുകൂടി ഗർജിച്ചു കൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, അപ്പോഴേക്കും ഇത് കണ്ടപ്പോഴത്തേക്കും സത്യലോകത്തെയും ജനലോകത്തെയും തപോലോകത്തെയും ഒക്കെ മുനിമാർ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. മഹാവിഷ്ണുവിൻ്റെ അവതാരാണേ ഈ വരാഹമൂർത്തി. അതുകൊണ്ട് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. തന്നെ പറ്റി സ്തുതിക്കണ കേട്ടപ്പോൾ വരാഹമൂർത്തിക്ക് രക്ഷപിടിച്ചു, സന്തോഷമായി. അവരെയൊക്കെ തൻ്റെ വട്ടം കറങ്ങുന്ന കണ്ണുകൊണ്ട് ഇങ്ങോട്ട് ചുഴറ്റി നോക്കി. എന്ത് രസ! എല്ലാവരെയും നോക്കി വളരെ സന്തോഷത്തോടെ വീക്ഷിച്ചുകൊണ്ട് ചുവന്നു തൊടുത്ത കണ്ണുകളുണ്ട്. ഹിരണ്യാക്ഷൻ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. സ്വർണത്തിൻ്റെ നിറമുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്വർണത്തിൻ്റെ ഇത്തിരി ചുമപ്പും കൂടിയൊക്കെ ഉണ്ടാവും. ആ നിറത്തിലുള്ള ഉരുണ്ട കണ്ണുകളോടുകൂടി വാലങ്ങോട്ട് പൊക്കി പിടിച്ചു, മുഖം കെട്ട് താഴ്ത്തി പിടിച്ച് കൊട്ടത്താനൊരു ചാട്ടം സമുദ്രത്തിലേക്ക്. അവിടേക്ക് ഭൂമിദേവി തട്ടിക്കൊണ്ടുപോയിക്കല്ലേ ഹിരണ്യാക്ഷൻ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അത് 8ാമത്തെ ശ്ലോകമാണ്. ശ്രദ്ധിച്ചോളൂ. അന്തർജലം തദനു നങ്കുല സങ്കുലന നക്രചക്രം. അന്തർജലം തദനു സംകുലനക്രചക്രം. ദ്യാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം. ആവശ്യഭീഷണരവേണ രസാതലസ്ഥാൻ. ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. വസുമതി അഗമഗവേഷയസ്ത്വം. അന്തർജലം തദനു സംകുലനക്രചക്രം. അപ്പോൾ ഈ ജലത്തിൽ, സമുദ്രത്തിൻ്റെ ജലത്തിൽ നക്രം, ചക്രം രണ്ടുമുണ്ട്. മുതലകളുണ്ട് അവിടെ. ധാരാളം മുതലകളിങ്ങനെ ജലാശയത്തിൽ ഭൂമി അന്വേഷിച്ച് പോയതാ. പക്ഷേ ആ സമുദ്രത്തിൽ എന്തൊക്കെയുണ്ട്? അനന്തരം അങ്ങുമിങ്ങും പാഞ്ഞു നടക്കുന്ന മുതലക്കൂട്ടത്തോടു കൂടിയിട്ടുള്ള അവിടെയും. പിന്നെയോ ദ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം. ദ്രാമ്യത്തിമിംഗലം തിമിംഗലങ്ങളും ധാരാളമുണ്ട്. അപ്പം മുതലകളും തിമിംഗലങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കം വിലങ്ങും ഓടി നടക്കുന്ന ആ മഹാസമുദ്രത്തിൽ. പിന്നെയും കലുഷോർമിമാലം, ഇളകി മറയുന്ന തിരമാലകൾ. ദേഷ്യപ്പെട്ട് സമുദ്രത്തിന് കോപം വന്ന തിരകളൊക്കെ അങ്ങോട്ട് ഉയർന്നു പൊങ്ങും. ആ ഉയർന്നു പൊങ്ങി ഇളകി മറിയുന്ന തിരമാലകളോട് കൂടി അന്തർജലം ആവശ്യ. ആ ഉയർന്നു പൊങ്ങുന്ന തിരമാലകളോടുടെയൊക്കെ ഉള്ളിലേക്ക് ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ, ഭയങ്കരമായ ഗർജനവുമായിട്ട് അങ്ങ് മുങ്ങാങ്കുഴിയിട്ട് അങ്ങോട്ട് പോയി. ആകമ്പയൻ എന്ന് പറഞ്ഞാൽ കിട്ട വിറപ്പിച്ചുകൊണ്ട് ആ ലോകത്തെ, അതായത് ഭൂമിദേവിയെ അന്വേഷിച്ചുകൊണ്ട് സമുദ്രം മുഴുവൻ മുങ്ങാങ്കുഴിയിട്ട് തിരമാലകളെയും അതിൻ്റെ ആ സമുദ്രത്തിൻ്റെ ദേഷ്യമൊന്നും കണക്കാക്കാതെ ഭൂമി വസുമതിം അഗവേഷയ. വസുമതി എന്ന് പറഞ്ഞാൽ ഭൂമിദേവി. അഗവേഷയ, ഭൂമിയെ അന്വേഷിച്ച് അങ്ങ് കറങ്ങി നടന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ. ഒന്നുകൂടി ഞാൻ ആ ശ്ലോകം വായിക്കാം. അന്തർജലം തദനു സങ്കുലനക്രചക്രം. ദ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം. ആവശ്യഭീഷണരവേണ രസാതലസ്ഥാൻ. ആകമ്പയൻ
വസുമതി മകവേഷയസ്തം അന്വേഷിച്ചു പോയി. നമുക്ക് ഇനി പരിഭാഷയിലൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരണേന്ന് നോക്കാം. അങ്ങുമിങ്ങും പാഞ്ഞിടുന്ന മുതല കൂട്ടങ്ങളോടും. സമുദ്രത്തിലേക്ക് വരാഹമൂർത്തി ചാടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച. അങ്ങുമിങ്ങും പാഞ്ഞിടുന്ന മുതല കൂട്ടങ്ങളോടും അതികായന്മാരാം തിമിംഗലങ്ങളോടും തിരയടിക്കുന്ന ജലമധ്യത്തിങ്കലേക്കിറങ്ങി തിരഞ്ഞു നിൽപ്പാതിയാകും ഭൂമി ദേവിയെ. തിരയടിക്കുന്ന ജലത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് ഭഗവാൻ വരാഹമൂർത്തി തിരഞ്ഞു നൽപാതിയാകും എന്ന് വെച്ചാൽ തൻ്റെ നല്ല പകുതിയായ, നൽപാതി എന്ന് പറയുന്നത് ഭാര്യ, തൻ്റെ ഭാര്യയായ ഭൂമി ദേവിയെ അവിടെ മുഴുവൻ തിരഞ്ഞ് നടന്നു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡതി കൂടകിടീർവിഭോത്വം ആപാദുകാന വിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദദാ സലീലം. എന്തായി പറയുന്നത് നോക്കൂ. ഹേ വിഭോ, കൂടകിടി. കിടി എന്ന് പറഞ്ഞാൽ വരാഹം. കൂടകിടി എന്ന് വെച്ചാൽ വലിയ വരാഹം. അതായത് വിഭോ സർവശക്ത മായാവരാഹമൂർത്തിയായ നിന്തിരുവടി. ഇത് മഹാവിഷ്ണു എന്ന് നമുക്കൊക്കെ അറിയുള്ളൂ. ഇത് വരാഹമൂർത്തിയാണെന്ന് അറിയാത്ത ആളല്ലേ അസുരൻ ഹിരണ്യാക്ഷൻ. ഭൂമി ദേവിക്ക് മനസ്സിലായില്ല ഈ വരാഹമൂർത്തി പറ്റിയ തൻ്റെ ഭർത്താവാന്ന് ആരെങ്കിലും വിചാരിച്ചുവോ? അദ്ദേഹം എന്ത് വിചാരിച്ചു? മായാവരാഹമൂർത്തിയായ അങ്ങ് നിന്തിരുവടി അധ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം. അന്വേഷണാനന്തരം ദൈത്യഹതകേ അഥ പിന്നീട് അന്വേഷണാനന്തരം ദൈത്യൻ എന്ന് പറഞ്ഞ അസുരാധമൻ ഹിരണ്യാക്ഷനെ പറയണതാ. അസുരാധമനാൽ എവിടേക്കാണ് കൊണ്ടുപോയത്? ഈ ഹിരണ്യാക്ഷനാൽ കട്ടുകൊണ്ടുപോയി പിടിച്ചു വലിച്ച് ഭൂമിദേവിയെ കൊണ്ടുപോയത് രസാതലാന്തേ സംവേശിതാം. പാതാളത്തിൻ്റെ അടിയിൽ രസലം, അതലം, സുതലം എന്ന് തലാതലം എന്നൊക്കെ പറയുന്ന ലോകങ്ങളുണ്ട്. അവിടെ രസാതലത്തിലേക്കാണ് ഈ ഭൂമിദേവിയെയും പിടിച്ചു വലിച്ച് ഹിരണ്യാക്ഷൻ കൊണ്ടുപോയത്. ആ രസാതലത്തിലേക്ക് സംവേശിതാം ഈ വരാഹമൂർത്തി അങ്ങോട്ട് പ്രവേശിച്ചു, ഭൂമിയെ കണ്ടു. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് കണ്ടത്. രസാതലത്തിലേക്ക് ചെന്ന് വരാഹമൂർത്തി പ്രവേശിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ തൻ്റെ ആ ചുവന്ന വട്ടച്ച കണ്ണുകളുണ്ടല്ലോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭൂമിദേവി കണ്ടു. വസുധാം ദൃഷ്ട്വ, ഭൂമിദേവി അവിടെ വച്ച് കണ്ടു. അപ്പം ജഡ്തി വേഗം തന്നെ എന്താ ചെയ്തേ? ആപാദുകാൻ സുരാരികേടാൻ അവിഗണയ്യ. ആപാദുകാൻ സുരാരിവേടാന്ന് വെച്ചാൽ പാഞ്ഞു വരികയാണ് രാക്ഷസൻ ഈ വരാഹമൂർത്തിയോടെ എതിരിടാൻ. അതിനിങ്ങോട്ട് എത്തണതിന് മുൻപായിട്ട് അതൊന്നും അവഗണിച്ചുകൊണ്ട് സലിലം ദൃഷ്ടാങ്കുരേണ അഥത കളിയായിട്ട്, അതായത് വളരെ ഒട്ടും തന്നെ ഈ രാക്ഷസനെയൊന്നും കൂസാതെ കണ്ട് കണക്കാലാക്കുക പോലും ചെയ്യാതെ കണ്ട് തൻ്റെ തേറ്റ കൊണ്ട് ദേവി അങ്ങോട്ട് എടുത്തു. തേറ്റയുടെ മുകളിൽ അങ്ങോട്ട് കയറ്റി വെച്ചു. ആനക്കൊമ്പ് കൊണ്ട് ആന കൊമ്പും അങ്ങനെ പട്ടയം മടലും ഇതൊക്കെ വെക്കുന്നില്ലേ എന്ന പോലെ തേറ്റയിൽ ഭൂമി ദേവിയെ പൊക്കിയെടുത്തു. അതായത് അവിടേക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ല, മഹാവിഷ്ണുവിന് സാധിക്കാത്തൊന്നുമില്ല. ഇത്ര അടിയിൽ പോയിരുന്ന വളരെ ലാഘവത്തോടെ അനായാസമായിട്ട് ഭൂമിദേവിയെ രസാതലത്തിൽ നിന്ന് പാതാള ലോകത്തിൽ നിന്നും രക്ഷിച്ച് നേരെ ഇങ്ങോട്ട് വരികയാണ്, പൊങ്ങി അങ്ങോട്ട് വരികയാണ്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദൃഷ്ട്വാദ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡതി കൂടകിടർ വിഭോത്വം. കൂടകിടി വിഭോ,
കൂടെ ഇടിച്ച വളരെ വലിയ ശരീരമുള്ളവനായ വരാഹമൂർത്തിയായ ഭഗവാനെ, അതാണ് കൂടക്കിടി വിഭോ ആപാദുകാന വിഗണയ്യ സുരാരിഖേടാൻ ദഷ്ടാങ്കുരേണ വസുധാ മദദാ സലീലം. വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങി വരാൻ പോവുകയാണ്. ഇതിൻ്റെ മലയാള പരിഭാഷ നമുക്ക് ഒന്ന് നോക്കാം. മായാവരാഗമൂർത്തിയാം സർവശക്തനായ ദേവൻ പാതാളത്തിൻ താഴത്തായി ഭൂമിയെ കണ്ടു. മായാവരാഗമൂർത്തിയാം സർവശക്തനായ ദേവൻ പാതാളത്തിൻ താഴത്തായി ഭൂമിയെ കണ്ടു. വാഞ്ഞെത്തിയ അസൂരരെ തെല്ലും വക വച്ചിടാതെ ധരണിയെ തേറ്റ കൊണ്ടു പൊക്കിയെടുത്തു. ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയെ തേറ്റ കൊണ്ട് പൊക്കിയെടുത്തു. ഇനി ഈ ദശകത്തിൽ ഒരു ശ്ലോകം കൂടിയേ ഉള്ളൂ. അത് ക്രീഡാവരാഹ മൂർത്തിയോടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള, തൻ്റെ രോഗം മാറ്റി തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അത് വായിക്കാം. അപ്യുന്നരഥ ധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ ഉദ്ധൂതഘോരസലിലാ ജലദേരുദഞ്ജൻ ക്രീഡാവരാഘവപുരീശ്വര പാഹി രോഗാത്. അഭ്യുന്നരഥ, ഹേ ക്രീഡാവരാഹ വപു ഈശ്വര, ക്രീഡിക്കുന്ന കളിക്കുന്ന ആ വപു ശരീരമുള്ള വരാഹമൂർത്തിയുടെ ശരീരമുള്ള മഹാവരാഹമൂർത്തി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കല്ലേ സമുദ്രത്തിലെ ഈശ്വര, അല്ലയോ ക്രീഡാവരാഹമൂർത്തിയായ ഭഗവാനെ, അധധരം അഭ്യുദ്ധരൻ, അങ്ങ് ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് മേലോട്ടങ്ങോട്ട് ഉയർത്തുവാനായിട്ട് ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവ ദശനാഗ്ന രത്ന എന്ന് പറഞ്ഞാൽ ദശനാഗ്രലഗ്ന തേറ്റയുടെ തലപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വരവ് കാണുമ്പോൾ തേറ്റയുടെ മുകളിൽ ഭൂമിദേവിയെ ഇരുത്തിക്കൊണ്ട് ഭഗവാൻ വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നത് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയാമോ? ഒരു തേറ്റയുടെ തലപ്പിൽ എന്തങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ ഏതാണ്ട്. നോക്കുമ്പോൾ എന്താ, ഒരു ഇളം മത്തങ്ങയാണോ? ഒരു മത്തങ്ങ തൻ്റെ ഇതിൽ വയ്ക്കുന്ന അത്രയും ലാഘവത്തോടെ ക്രീഡാവരാഹമൂർത്തി ഇന്ന് മത്തങ്ങയോട് കൂടിയവനാണോ ഈ വരുന്ന ക്രീഡാവരാഹമൂർത്തി എന്നാണ് നമുക്ക് തോന്നുക കാണുമ്പോൾ. പക്ഷേ ആ തേറ്റമേലിരിക്കുന്നത് സ്വന്തം ഭാര്യയായ ഭൂമിദേവിയാണ് എന്ന് തോന്നും വണ്ണമുള്ളവൻ അധികപീവരാത്മ, ഏറ്റവും തടിച്ച ദേഹത്തോടു കൂടിയവനായിട്ട് നല്ല വലുപ്പത്തിൽ ഉദ്ധൂതഘോര സലിലാത്, സലിലം എന്ന് പറഞ്ഞ ജലം, ഉദ്ധൂത ഘോര സലിലാത് വെള്ളം ഇങ്ങനെ തിരമാല ഇങ്ങനെ ഓളം വെട്ടി സമുദ്രം ആകെ ഇളകി മറിയണം അവിടെ. വരാഹമൂർത്തിയുടെ ചാട്ടവും പിന്നെ അങ്ങോട്ട് ഒരു പോലും ഇങ്ങോട്ടും തിമിംഗലങ്ങളും തിരമാലകളും ഒക്കെ ആയിട്ട് ത്വം ഇങ്ങനെയുള്ള ജലദേ ഉദഞ്ചൻ ഭയങ്കരമായിട്ട് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിൽ നിന്നും തേറ്റമേൽ സൂമിതിയെയും വെച്ചുകൊണ്ട് അങ്ങ് ഉയർന്നു വന്നു. അങ്ങനെയുള്ള ഭഗവാനെ എന്താ പറയുക, എന്തൊരു വടി, ത്വം രോഗാത് മാം പാഹി, പാഹി മാം എന്ന് പറഞ്ഞാൽ മാം പാഹി, എന്നെ രക്ഷിക്കണേ, രോഗാത് രോഗങ്ങളിൽ നിന്ന്, ത്വം അങ്ങ്. ഭൂമിദേവി ഇത്ര ലാഘവത്തോടെ തേറ്റമേൽ കയറ്റിക്കൊണ്ട് ഉയർന്നു പൊങ്ങി സമുദ്രത്തിൽ നിന്ന് കലങ്ങി മറിഞ്ഞ സമുദ്രത്തിൽ നിന്ന് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്ന അല്ലയോ ക്രീഡാവരാഹമൂർത്തി, എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ. സാധാരണയായിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ക്രീഡാവരാഘവപുരീശ്വര പാഹി രോഗാത്, ഈ ദശകത്തിൽ മുഴുവനും വരാഹമൂർത്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വരാഹമൂർത്തിയെ പറ്റി 3 പ്രാവശ്യം ഈ 4ാമത്തെ വരി ചൊല്ലാറ് പതിവുണ്ട്. ഈ ശ്ലോകം ഞാനൊന്നുകൂടി ചെല്ലാം.
അഭ്യുന്നരതരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാതി കപീവരാത്മാ ഉദ്ധൂതഘോര സലിലജ്ജലധേരുദഞ്ജൻ ക്രീഡാവരാഘവപുരീശ്വര പാഹിരോഗ ക്രീഡാവരാഘവപുരീശ്വര പാഹിരോഗ ക്രീഡാവരാഘവപുരീശ്വര പാഹിരോഗ. ഇതിൻ്റെ മലയാള രൂപത്തിൽ ഉള്ള പരിഭാഷ കൂടി വായിക്കാം. തെറ്റയുടെ അഗ്രത്തിങ്കൽ മുത്തങ്ങ വച്ചതുപോലെ ത്രിവിക്രമൻ മുകളിലേക്കുയർന്നു വന്നു. തേറ്റയുടെ തുമ്പത്ത് അഗ്രത്തിലെ മുത്തങ്ങ, ഒരു മുത്തങ്ങ എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ ഇങ്ങനെ കാണുന്ന ഒരു തരം നീണ്ടത് വാൾ പോലെ ഇലകളുള്ളൊരു പുല്ലാണ്. അതിൻ്റെ അടിയിലൊരു കായ ഉണ്ടാകും, ഒരു മുന്തിരിങ്ങ വലിപ്പം, അതേ ഉള്ളൂ. അപ്പോൾ ഈ തേറ്റയുടെ മുകളിൽ സാധാരണ ഒരു പന്നി ഒരു തേറ്റയുടെ മുകളിൽ മുത്തങ്ങ വെച്ചാൽ എത്രയുണ്ട്, അതുപോലെയുള്ളൂ. വരാഹമൂർത്തിയുടെ ഈ തേറ്റമേലൊരു മത്തങ്ങ ഇരിക്കണ പോലെ ഇവിടെ ഒരു മുത്തങ്ങ വെച്ചതുപോലെ ത്രിവിക്രമൻ മുകളിലേക്കുയർന്നു വന്നു. ത്രിവിക്രമൻ എന്ന പേര് അദ്ദേഹം വേറെ ഒരു അവതാരത്തിൽ വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുണ്ടല്ലോ. ആ അവതാരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ത്രിവിക്രമൻ എന്നാണ്. ഇവിടെ ഇപ്പോൾ ആ ത്രിവിക്രമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തന്നെ മുകളിലേക്ക് ഉയർന്നു വന്നു. ഇളകുന്ന സമുദ്രത്തിൽ തിളങ്ങുന്ന ഭഗവാനെ, ഇളകുന്ന സമുദ്രത്തിൽ തിളങ്ങുന്ന ഭഗവാനെ, ഇവനുടെ രോഗങ്ങളെ തീർത്തു തരണേ. 12ാമത്തെ ദശകം വരാഹാവതാരം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഭഗവത് വർണ്ണനകളും ഭഗവത് കഥകളും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളോടൊപ്പം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. നിങ്ങൾ ഈ നാരായണിയൊക്കെ കേൾക്കണില്ലേ? ഒന്ന് കേൾക്കുന്നേ, എന്താ വല്ലതും നഷ്ടപ്പെടാണ്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നന്ദി.